അങ്ങനെ ദേവയാനി എന്ത് ചെയ്യുന്നുണ്ട്, തനിക്ക് കരൾ തന്ന പെൺകുട്ടി നാനയാണെന്ന സത്യം താൻ മനസ്സിലാക്കിയെന്നും അവളെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയെന്ന സത്യം എല്ലാവരുടെ മുന്നിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, അപ്പോൾ വല്യമ്മക്ക് കരൾ തന്നത് നായനയാണോ? ജയൻ പറയുന്നുണ്ട്, അതെ, നാന മോളാണ് ദേവയാനിക്ക് കരൾ നൽകിയത്. എന്നിട്ടെന്താ ഇത്രയും കാലം നിങ്ങൾ ആരോടും പറയാഞ്ഞിനി? അവൾ എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും വല്യമ്മക്ക് കരൾ തന്നത്. ചുമ്മാ തരൂന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ സ്വത്തുക്കളായിരിക്കും അവൾ ആഗ്രഹിക്കുന്നത്. ഇങ്ങനൊരു കാര്യം ഇവിടെ ചെയ്യുമ്പോൾ ആദർശേട്ടനും വല്യമ്മയും മുത്തശ്ശനും മുത്തശ്ശിക്ക് അവൾ പറയുന്നത് അനുസരിക്കുന്ന അവൾക്ക് നന്നായിട്ട് അറിയാം. ഇനിയിപ്പോൾ ഇവിടുത്തെ രാജ്ഞിയായിട്ട് അവൾക്ക് വായാലോ എന്നൊക്കെ അനാമിക പറയുന്നത് കേട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, അനാമിക മോള് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. ആ സമയത്ത് ദേവയാനിക്ക് കരൾ ആവശ്യമായിട്ട് വന്നപ്പോൾ അവളെ ഉണ്ടായിരുന്നുള്ളൂ തരാൻ. അവൾ പ്രത്യേകം പറഞ്ഞതാ ദേവയാനി ഈ സംഭവം ഒരിക്കലും അറിയാൻ പാടില്ല എന്ന്. അവൾ ആരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഇത് ചെയ്തത്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഈ നാടകം കളിയൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. എൻ്റെ ആദർശേ, നിന്റെ അമ്മയ്ക്കിപ്പോൾ അവളില്ലാതെ പറ്റില്ല എന്നായി. വേഗം പോയിട്ട് അവളെ ഇങ്ങ് കൂട്ടിക്കൊണ്ടുവാ. ഇത് കേട്ട ഉടൻ തന്നെ മുത്തശ്ശനും പറയുന്നുണ്ട്, മോനെ ആദർശ് മോനെ, ഇനിയെങ്കിലും നീ നാനമോളെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വാ. എല്ലാവരുടെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ ഞാൻ നാനയെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാം എന്നും പറഞ്ഞ് ആദർശ് നന്ദാവനത്തിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇതറിഞ്ഞ ദേവയാനിക്ക് വളരെ സന്തോഷമാകുന്നുണ്ട്. നന്ദാവനത്തിലെത്തിയ ആദർശിനോട് ചെറിയൊരു പരിഭവത്തോടു കൂടിയാണ് കേട്ടോ നാന സംസാരിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് ആദർശ്, നാനെ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാ ഞാൻ വന്നത്. എന്താ ആദർശേട്ടാ, മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിട്ടാണോ ആദർശേട്ടൻ ഇങ്ങോട്ട് വന്നത്? വേണ്ട, ഞാൻ വരുന്നില്ല. ആദർശേട്ടൻ എന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ഇഷ്ടം തോന്നുന്നു അന്ന് മാത്രം വന്നാൽ. അല്ല നാനെ, അമ്മയുടെ വയലിൽ നിന്ന് ആ സത്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാത്തുനിന്നത്. ഇപ്പോൾ അമ്മ അനന്തപുരിയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സമ്മതിച്ചു. കരൾ തന്നത് നീയാണെന്ന സത്യം അറിഞ്ഞതും നിന്നെ സ്നേഹിച്ചതും ഒക്കെ അമ്മയും പറഞ്ഞു നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ. മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്കിഷ്ടമുണ്ടെങ്കിൽ ഇനി നിനക്ക് അനന്തപുരിയിലേക്ക് വരാം. അപ്പോൾ കനക പറയുന്നുണ്ട്, മോളെ ചെല്ലു മോളെ, ആദർശ മോൻ്റെ കൂടെ എല്ലാവരും എല്ലാ സത്യവും അറിഞ്ഞല്ലോ. ദേവയാനി നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന സത്യം. അങ്ങനെ ആദർശിൻ്റെ കൂടെ നാന പോകുന്നുണ്ട് കേട്ടോ അനന്തപുരിയിലേക്ക്. അനന്തപുരിയിൽ എത്തിയ ഉടൻ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നാനയെ കണ്ടതോടെ ഓടി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, മോള് തിരിച്ചു വന്നല്ലോ, എനിക്ക് സന്തോഷമായി. പക്ഷേ ജലജക്കും അനാമയൊക്കെ ഒന്നും ഇത് തീരെ പിടിച്ചില്ല കേട്ടോ. അനാമയാണെങ്കിൽ ഉടൻ തന്നെ റൂമിലേക്ക് പോയി അച്ഛനെ വിളിക്കുന്നുണ്ട്. അച്ഛാ, ആ നാന തിരിച്ചു വന്നു വീണ്ടും. അവൾക്ക് ഇവിടെ നിൽക്കാനും ഒരു കാര്യം കൂടി കിട്ടിയിട്ടുണ്ട്. അവളാണത്രേ വല്യമ്മക്ക് കരൾ കൊടുത്തത്. എന്താ മോളെ, എന്താ നീ പറയുന്നത്? അപ്പോൾ അവളാണോ കരൾ കൊടുത്തത്? എങ്കിൽ ഇനി അവൾ അവിടുത്തെ രാജ്ഞിയായി ജീവിക്കാലോ അല്ലേ? കുറച്ച് നാളായിട്ട് വല്യമ്മ അവളും കൂടി ഇവിടെ നാടകം കളിക്കുകയായിരുന്നു. മായമ്മയും മരുമകളും ഇപ്പം വലിയ സ്നേഹത്തിലാ. അതെ, ആദർശേട്ടൻ കൈയോടെ പിടിച്ചു. പിന്നെ വല്യമ്മ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുകയും ചെയ്തു നാനയെ സ്നേഹിക്കുന്നുണ്ടെന്നും അവളില്ലാതെ ഈ അനന്തപുരിയിൽ നിൽക്കാൻ പറ്റില്ല എന്നോ. മോളെ, നിനക്കന്ന് കരൾ കൊടുക്കാമായിരുന്നു ദേവയാനിക്ക്. എങ്കിൽ നീ ഇന്ന് അവിടുത്തെ രാജകുമാരിയായിരുന്നേ, മുഴുവൻ സ്വത്തുക്കളുടെ അവകാശി. അവൾ അങ്ങനെ ചെയ്തുകൊണ്ട് കണ്ടില്ലേ നീ അവളെ ഒരു വില? എന്ത് ചെയ്യാനാച്ചാ, അന്ന് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാം തന്നെ അവളെ തലയിലേറ്റി നടക്കുന്നതാ. ഇതാ ഈ വല്യമ്മയും കൂടി ചേർന്നിട്ടുണ്ട്. അവൾക്ക് എന്തെങ്കിലും ഒരു പണി കൊടുത്തേ പറ്റൂ, ഇല്ലെങ്കിലേ ഞാനിവിടുന്ന് ഇറങ്ങേണ്ടി വരും അച്ഛാ. എന്തായിരിക്കും അനാമിക ചെയ്തു കൂട്ടുന്നത്? നയനയെ എല്ലാവരും അംഗീകരിക്കുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെ അനാമിക. തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക.